ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീണ്ടും വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിലാണ്. ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്നും ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ മാത്രം ദൂരത്തായി എരുവേലി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5.5 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീട് വീട്ടുടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വീടാണ്. 3 വർഷം മാത്രം പഴക്കമാണ് ഈ വീടിന് വരുന്നുള്ളൂ. നല്ല റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ഏതാണ്ട് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ്. ഏതാണ്ട് ഒരു 150-200 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. നല്ലൊരു ലൊക്കേഷൻ, ധാരാളം വീടുകളെല്ലാം ഉള്ള ഒരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ ദൂരവും മുളന്തുരുത്തിയിലേക്ക് 3 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മനോഹരമായ എലവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള ഗേറ്റും വീടിന് നൽകിയിരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. നല്ല വലിപ്പത്തിലുള്ളൊരു മുറ്റമാണ് കേട്ടോ ഈ വീടിൻ്റെ ഫ്രണ്ടേജായി വരുന്നത്. വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു മാവെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ റോഡ് ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതിയുള്ള റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. മാത്രമല്ല എറണാകുളം ടൗണിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. വൈറ്റില ഭാഗത്തേക്കായാലും കൂടാതെ കാക്കനാട് ഭാഗത്തേക്കായാലും ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. നമുക്ക് ഇവൻ്റെ സൈഡ് വശങ്ങളിലേക്ക് പോയാൽ അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം ഈ സൈഡ് വശങ്ങളിൽ നൽകിയിരിക്കുന്നു. നമുക്ക് കാണാം ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ വശം ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. കിണർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വാട്ടർ സോഴ്സിന് കിണർ വെള്ളവും KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരിക്കലും വറ്റാത്തൊരു കിണർ നമുക്ക് കാണാം. ധാരാളം വെള്ളം ഈ കിണറിൽ അവൈലബിൾ ആണ്. ഒരിക്കലും വറ്റാത്തൊരു കിണർ അവൈലബിൾ ആണ്. മാത്രമല്ല ബാക്ക് വശത്തെല്ലാം ഒരു തെങ്ങെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഫലവൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിക്കാനുള്ളൊരു ഏരിയ നമുക്ക് ഈ ബാക്ക് വശത്ത് ലഭിക്കുന്നുണ്ട്. ഒരു അലക്ക് കല്ലെല്ലാം അവൈലബിൾ ആണ്. വീണ്ടും ഈ ഒരു ഭാഗത്തായാലും അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകിയിട്ടുണ്ട്. ചുറ്റും മതിൽ ഇവിടെയും നൽകിയിരിക്കുന്നു. ചുറ്റും മതിലെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം മറ്റെല്ലാം വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. സൈഡ് വശത്താണെങ്കിൽ വീടാണ് വരുന്നത്, താമസിക്കുന്ന വീടാണ്. ഇവിടുത്തെ എല്ലാ വീടുകളിലും താമസമുള്ള വീടുകളാണ് ഈ അയൽപക്കത്തൊക്കെ വരുന്നത്. നമുക്ക് വീണ്ടും അകത്തേക്കൊന്ന് പോകാം. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത് കേട്ടോ. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഒരു ഗ്ലോസി പാറ്റേണിലാണ് ഇവിടുത്തെ ഗ്രാനൈറ്റ് നൽകിയിട്ടുള്ളത്. 3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ സീറ്റ് ഔട്ടിൽ ലഭിക്കുന്നുണ്ട്. നമുക്കിനി അകത്തേക്കൊന്ന് കയറാം. മെയിൻ ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ എല്ലാം മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ഒരു കോർണറിലായി വരുന്നുണ്ട്. ഉടമ സ്വന്തം താമസത്തിന് വേണ്ടി നിന്ന് പണി കഴിപ്പിച്ച ഒരു വീടാണ്. ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലോസി ഫിനിഷിലുള്ള ടൈലുകളാണ്. വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും വരുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് ഈ ഒരു കോർണറിൽ നിന്ന് വരുന്നു. കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകൾ നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റെല്ലാം വയ്ക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയ വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെയും ഫ്ലോറിങ്ങിനായി വെറ്റിഫൈഡ് ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു മാറ്റ് പാറ്റേണിലാണ് ഫ്ലോറിംഗ് എല്ലാം നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത് വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ്. ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും നൽകിയിട്ടുണ്ട്.
നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. 2 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടാതെ ഒരു ബാൽക്കണിയുമാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് നൽകിയിരിക്കുന്നത്. വാൾ ടൈൽസുകളാണെങ്കിലും മനോഹരമായ പാറ്റേണിൽ തന്നെയാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് ബേസും നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും നല്ല സ്പേഷ്യസ് ആയി നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 3 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അധികം യൂസ് ചെയ്തിട്ടില്ല. ഉടമ വിദേശത്തായതുകൊണ്ട് അധികം യൂസ് ചെയ്യാത്തൊരു വീടാണ്. ഇതിന് കൂടാതെ ഒരു ബാൽക്കണിയും ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. 5.5 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റ് 3-4 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിരിക്കുന്ന ഈ വീട് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ടെമ്പിളിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീടിൻ്റെ വില വരുന്നത് 65 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. നല്ലൊരു ഡീലാണ്. ഈ ഒരു പ്രദേശത്ത് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഒരു സെൻറ്റിന് 7.5 ലക്ഷം രൂപ വരെ വിലയുണ്ട്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള വീഡിയോ ഒക്കെയായി ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.